മനുഷ്യർ ദുനിയാവിൽ ജീവിക്കുമ്പോൾ മൂന്ന് വിഭാഗമായിരിക്കും. ദുനിയാവെന്ന് പോകുമ്പോഴും ആ മൂന്ന് തരത്തിൽ തന്നെ ആയിരിക്കും. ആഖിറത്തിലെത്തിയാലും മൂന്ന് വിഭാഗം ആയിരിക്കും. ദുനിയാവിൽ മൂന്ന് വിഭാഗം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ വിഭാഗം വളരെ മോശം ജീവിതം നയിച്ച് ഏതെല്ലാം തെറ്റുണ്ടോ അതൊക്കെ ചെയ്ത് നാട്ടിൽ ഒരു ഫ്രോഡായി അറിയപ്പെട്ട് തെറ്റുകാരനായി ഉപ്പ ഉമ്മ കുടുംബം എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ച്, എൻ്റെ മോള് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അച്ഛനായിക്ക് കെട്ടിച്ചു കൊടുക്കൂല എന്ന് അന്വേഷണം വരുന്ന ഏതൊരു ഉപ്പമാരും പറയുന്ന ഒരു ചെറുക്കൻ, അയാളെ നാട്ടിൽ തമ്മാടിയായി ഫാസിഖായതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അങ്ങനത്തെ ജീവിതം നയിച്ച ഒരാൾ പെട്ടെന്ന് ആരുടെയോ ഉപദേശം കൊണ്ടോ കൺസൾട്ടിങ് കൊണ്ടോ അല്ലെങ്കിൽ ഗൾഫിലെങ്ങാനും പോയി നല്ല കൂട്ടുകാരോടൊന്നിച്ച് ജീവിതം നയിച്ചു. പെട്ടെന്നൊരു മാറ്റം, വീട്ടാനുള്ള മുഴുവൻ ബാധ്യതകളും വീട്ടി, നിസ്കരിക്കാനുള്ള മുഴുവൻ നിസ്കാരവും ഖളാ വീട്ടി, തൗബ ചെയ്തു നല്ല ജീവിതം. ആ ഇടക്ക് ഉപ്പാനെയും ഉമ്മാനെയും ഒന്ന് ഉംറക്കൊക്കെ കൊണ്ടുപോയി കഅബന്റെ അടുത്തുനിന്ന് ഉമ്മ കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുത്തിട്ട് പറയാണ്, എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചതിന് മുതലായടാ, എനിക്ക് ഈ കഅബ കാണുമെന്ന് ഇതുവരെ ഒരു ആഗ്രഹിക്കാൻ പോലും വകയില്ലാത്ത ഒരു ദാരിദ്ര്യത്തിന്റെ കുടുംബമായിരുന്നു. പക്ഷെ എൻ്റെ മോനാണല്ലോ എന്നെ ഇവിടെ എത്തിച്ചത്. എൻ്റെ മോനെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വെറുതെ ആക്കൂല എന്നൊക്കെ പറഞ്ഞ് പൊരുത്തൊക്കെ വാരി കോരി കൊടുത്തു. ഉപ്പയും കൊടുത്തു നെറ്റിക്കൊരു മുത്തം, ആ ഉപ്പയും കൊടുത്തു എല്ലാ പൊരുത്തവും. അങ്ങനെ ഉപ്പാനും ഉമ്മാനും യാത്ര അയച്ച് ഇതാ ഇവിടെയാണല്ലോ എയർപോർട്ട്, ലാൻഡ് ചെയ്യുമ്പോഴേക്ക് ന്യൂസ് വരുന്നു, യാത്ര അയച്ച് തിരിച്ചു പോകുമ്പോൾ മകൻ ആക്സിഡന്റ് ആയി മരിച്ചു. സത്യത്തിൽ ആ വാർത്ത നമ്മളെ കുറച്ച് വേദനിപ്പിക്കുന്നതാണെങ്കിലും അവൻ ഭാഗ്യവാനാണ്. അവൻ തെറ്റുകാരനായി ജീവിതത്തിന്റെ ഏറെക്കുറെ ഭാഗങ്ങൾ ചെലവഴിച്ചെങ്കിലും അവസാന കാലത്ത് ഖാത്തിമത്ത് അവൻ നന്നാക്കിയിട്ടാ പോയത്. അവൻ നല്ലോനാണ്, അവൻ വിജയിച്ചോനാണ്, അവൻ ആഖിറത്തിൽ വിജയിക്കുന്ന ആളാണ്. കാരണം എല്ലാരെയും പൊരുത്തം കിട്ടി, പ്രത്യേകിച്ച് റിളർ റബ്ബി ഫീ റിളൽ വാലിദി, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്നത് ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തത്തിലാണല്ലോ. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. ഉദാഹരണം ഇത് പറഞ്ഞതേ ഉള്ളൂ. തുടക്കം വളരെ മോശമായി, അവസാനം നന്നാവുന്നവർ എന്നാണ് ഇതിനെക്കുറിച്ച് മഹാന്മാർ എഴുതി വെച്ചത്. രണ്ടാമത്തെ വിഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജീവിതം, ഇബാദത്തുണ്ട്, സുഹൃതങ്ങളുണ്ട്, പള്ളി, മൗലിദ്, റാത്തീബ്, സിയാറത്ത് എല്ലാം ഉണ്ട്. പെട്ടെന്നൊരു മാറ്റം, മൂപ്പര് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വസ്വാസ്. ശരിക്കും ഈ മൗലിദൊക്കെ ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോഴൊക്കെ ശിർക്ക്. അങ്ങനെ പെട്ടെന്നൊരു മാറ്റം മൂപ്പർക്ക് തന്നെ. മൂപ്പര് ചെയ്തതിനെ കുറിച്ച് തന്നെ മൂപ്പർക്ക് ഒരു കോൺഫിഡൻസ് കുറവ്. പെട്ടെന്നൊരു മാറ്റം, അങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റം. ഇത് മിക്കവാറും ഉണ്ടാവില്ല. ഇത് അറള അലൈഹിമുദ്ദുന്യ വസവ അലൈഹിന ഹദീസിലുള്ളത്. ദുനിയാവ് കുറച്ച് കിട്ടുമ്പോൾ, കുവൈത്തിന്റെ 2 ദീനാറോ UAE-ന്റെ 2 ദിർഹമോ ഒക്കെ കിട്ടുമ്പോഴാണ് ഈ സംഗതി ഉണ്ടാവുക. കുറച്ചൊന്ന് ദുനിയാവ് കിട്ടുമ്പോൾ, ഞാൻ പിന്നെ 2 വിഭാഗത്തിന്റെയും വയലിനൊന്നും അങ്ങനെ പങ്കെടുക്കാറില്ല. അഹങ്കാരത്തിന്റെ വാക്കാണത്. വയലിന് വരില്ല എന്നുള്ളത് അഭിമാനത്തോടെ പറയുമ്പോൾ പോരെ. ഞാൻ പിന്നെ ആരെ മജ്‌ലിസിനും അങ്ങനെ പൊതുവെ പോകാറില്ല. അങ്ങനെ ഭയങ്കര മാറ്റം കണ്ടോ. അല്ലെങ്കിൽ ചിലര് നല്ല ജീവിതമായിരുന്നു, പിന്നെ ഏതോ ഒരു ഓൺലൈൻ ബിസിനസ്സിലോ ലോട്ടറി കമ്പനിയിലോ ഹറാമായ കച്ചവടത്തിലോ ഏർപ്പെട്ട് അവസാനമാകുമ്പോൾ ആക്സിപത്ത് ചീത്തയായിട്ട് പോയി. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ.
ദലായിൽ ഖൈറാത്ത് വിർദുൽ ലത്തീഫൊക്കെ എപ്പോഴും കയ്യിൽ ഏടിൽ പിടിച്ച് നല്ല ജീവിതമായിരുന്നു ഹാജിയാരുടേത്, ഉപ്പാപ്പൻ്റെത്. മൂത്ത മോന് അൽക്കോബാറിലാണ് സൗദിയിൽ ജോലി. സ്മാർട്ട് ഏതോ ഫോൺ ഗാലക്സി J6 കൊടുത്തയച്ചു. ഇപ്പൊ ഫുള്ള് രാവിലെ മുതൽ വൈകുന്നേരം വരെ പത്തനംതിട്ടയിലെ 18-കാരിയെ പീഡിപ്പിച്ച് 18-കാരൻ അറസ്റ്റിൽ. ഇതന്നെ രാവിലെയും വൈകുന്നേരം ഇതന്നെ പണി. ഭാര്യ കുറച്ച് ഇബാദത്തൊക്കെ ചെയ്യുന്ന ആബിദത്തായതുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ വൈകുന്നേരം ഇതന്നെ പണി എന്ന് വെച്ചാൽ ഭാര്യനോട് ചൂടാവും. എന്ത് കുറച്ച് ലോക വിവരമല്ല അറിഞ്ഞ് ഇന്നെ ലോക വിവരം മരിക്കുന്നതിന്റെ തലേനാളുകളിൽ പീഡനത്തിന്റെ കഥ വായിച്ചിട്ടാ ലോക വിവരം അറിയല്. നമ്മളെല്ലാവരും ഇപ്പൊ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഇന്നലെയേക്കാൾ മികച്ച ജീവിതമാണ് മുഅ്മിൻ ഉണ്ടാക്കേണ്ടത് നാളത്തേക്ക്. അതാണ് ഇസ്ലാം പറയണത്, മനിസ്തവായ യൗമാഹു ഫഹുവ മഗ്ബൂനുൻ. ഒരുത്തന്റെ ഇന്നലെയും ഇന്നും തുല്യമായാൽ ഫഹുവ മഗ്ബൂനുൻ, അവൻ പരാജിതനാണ്. ഇന്നലത്തേതിനേക്കാൾ ഇന്ന് നമ്മൾ മികച്ചു നിൽക്കണം ആത്മീയ വിഷയത്തിൽ. ആ അർത്ഥത്തിലേക്ക് നമ്മൾ ഉയരേണ്ടവർ ഫോണിലും മറ്റൊക്കെ എൻഗേജ് ആയി കാലം തീർക്കുന്നു. ഇവരെ കുറിച്ചില്ല ത്വാഇഫുൽ മആരിഫ് പറയുന്നുണ്ട് പരാജിതം. നല്ല ജീവിതം നയിച്ച ആളാ ഇപ്പോൾ മുഴുവൻ സമയം കളയലും തെറ്റുകുറ്റങ്ങളും വിദഅത്തും ഹറാമായ ബിസിനസ്സൊക്കെ ആയി ലാസ്റ്റ് മോശമായിട്ട് മരിച്ചു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മൂന്നാമതൊരു വിഭാഗമുണ്ട്. അതാരാ? അവരാണ് A+ ഗ്രേഡുകാർ. തുടക്കത്തിലേ നല്ല ജീവിതം, ഇബാദത്തൊക്കെ സജീവം, പള്ളിയിൽ നിറസാന്നിധ്യം, മജ്‌ലിസുകളിൽ കൃത്യമായി പങ്കെടുക്കും, എല്ലാ ഖൈറാത്തിലും മുമ്പന്തിയിലുണ്ട്. യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഖുർആൻ പറഞ്ഞല്ലോ, നന്മയിൽ എപ്പോഴും മുമ്പന്തിയിലുണ്ടാവും. മൂപ്പരിൽ പെട്ടെന്നൊരു മാറ്റം കാണുന്നുണ്ട്. എന്താ മാറ്റം? മൂപ്പർക്ക് എന്തോ മരണത്തിന്റെ വിവരം ആരോ മെസ്സേജ് അയച്ച പോലെ ഇപ്പൊ പലർക്കും മനസ്സിലായിട്ടൊന്നുമില്ല. മൂപ്പര് മരിച്ചപ്പോഴാണ് മൂപ്പരുടെ ഒരു പേരക്കുട്ടിയുണ്ട്, ഹാദിയക്കാറ്റ് പഠിക്കുന്ന ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു മുത്താലിമായ മോനെ പേരക്കുട്ടികളിൽപ്പെട്ട, അതാ ഉപ്പാപ്പ മരിച്ചതിന് ശേഷം ഒരു എഴുത്ത് ഉപ്പാപ്പയെ കുറിച്ച് വാട്സപ്പ് നമ്മുടെ ഖുർആൻ ക്ലാസിന്റെ ഗ്രൂപ്പിലും നമ്മുടെ മഹല്ല് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഫോർവേഡ് ആയിട്ട് വന്നിട്ടുണ്ട്. മരണം മുന്നേ കണ്ട ഒരു ജീവിതമായിരുന്നു ഉപ്പാപ്പയുടെ കഴിഞ്ഞ 3 ആഴ്ചകളിൽ. സാധാരണ 4 റക്അത്താണ് തഹജ്ജുദ് ളുഹയൊക്കെ ഉപ്പാപ്പ നിസ്കരിക്കാറുള്ളതെങ്കിൽ ഈ 3 ആഴ്ചക്കാലമായി 8 റക്അത്താണ് ഉപ്പാപ്പ നിസ്കരിച്ചിരുന്നത്. ഓരോ റക്അത്തിലും യാസീൻ ഓതിയിട്ടുള്ള നീണ്ട നേരത്തെ നിസ്കാരം. ഈ 3 ആഴ്ചകളിലായി ഉപ്പാപ്പ കൂടുതൽ സമയം സംസം വെള്ളം മാത്രമാണ് കുടിച്ചിരുന്നത്. ഖസീദത്തുൽ ബുർദ 2-3 തവണ നമ്മളെ കൊണ്ടൊക്കെ ചൊല്ലിപ്പിച്ചിരുന്നു. എല്ലാവരോടും പൊരുത്തപ്പെടിച്ച് സാമ്പത്തിക ഇടപാടുകൾ പരിഹരിച്ച് മരണത്തിന് റെഡിയായ ജീവിതമായിരുന്നു ഉപ്പാപ്പ നിർവഹിച്ചത് എന്ന് മരിച്ചപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. ഒരു 80-ലാണ് മൂപ്പര് വണ്ടി വിടുക, പെട്ടെന്നൊന്ന് മാറ്റിയിട്ട് 120-ലേക്ക് മാറ്റി. അങ്ങനെയാ ശരിക്കും നമ്മൾ വേണ്ടത്. ഓരോ ദിവസം ഒരു മാറ്റാ വേണ്ടത്. അല്ലടാ എന്റെ ഫോൺ ഇങ്ങനെ ഒന്ന് സ്ക്രീനിൽ യൂട്യൂബ് ഒന്നും കിട്ടുന്നില്ലടാ, അല്ല വേണ്ടത്. ദിവസം കഴിഞ്ഞൊരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കല നമ്മളെ പരിപാടി. അതാണ് നമ്മളെ ജീവിതം. അതിന് ന്യായം കുറച്ചൊക്കെ വാല്യം കേൾക്കണ്ടേ അല്ലേ? അതിലേക്കാളേറെ എത്ര സമയം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടാവും. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത് ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ഫസബ്ബിഹ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഇനി എല്ലാ ടൈമും തങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കോളി. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഉമ്മു സലമ ബീവി പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫുൾ ടൈം തസ്ബീഹ് ആയിരുന്നു. ഓൾറെഡി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ആബിദാണ്. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആളാണ് തങ്ങൾ. അങ്ങനെയുള്ള തങ്ങൾ വഫാത്താവാനായി എന്ന സൂചന വന്നപ്പോൾ ഉള്ള ഇബാദത്തിനേക്കാൾ പിന്നെയും ഇബാദത്ത് വർദ്ധിപ്പിക്കുക. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട്, അനുദിനം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആത്മീയ പുരോഗതികൾ ഉണ്ടാവും.
ഇതിനനുസരിച്ചിട്ടാണ് ആഖിറത്തിലും ഉണ്ടാവുക. അതാണ് സൂറത്തുൽ വാഖിയയിൽ പറയുന്നത്, ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ. അങ്ങനെ ഖിയാമത്ത് നാൾ സംഭവിക്കേണ്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് വകുന്തും അസ്വാജൻ സലാസ, അന്ന് നിങ്ങൾ 3 വിഭാഗമാണ് ഉണ്ടാവുക. ഒന്നാമത്തെ വിഭാഗം ആരാ? ഈ A+ ഗ്രേഡുകാര്, എല്ലാ നന്മയിലും മുമ്പന്തിയിലുള്ളവർ. വസ്സാബിഖൂന ഫിൽ ഖൈറാത്തി അസ്സാബിഖൂന ഫിൽ ജന്ന, അവരെ കുറിച്ചാണ് വസ്സാബിഖൂന സാബിഖൂൻ എന്ന് പറയുന്നത്. നന്മയിൽ മുൻഗണനവർ. അവരുടെ ലീഡർമാരിൽപ്പെട്ട ഈ ഉമ്മത്തിൽപ്പെട്ട ആളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്ത് നന്മ കേട്ടാലും അവർ വേഗം അത് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, ലോകത്ത് 360 നന്മ ഉണ്ട്, ഏതെങ്കിലും നന്മ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും. അന്നേരം സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, അഫി ഹസ്ലത്തുൻ വാഹിദ, എനിക്ക് ഏതെങ്കിലും ഒന്നുണ്ടോ നബിയെ? ആ ചോദ്യത്തിൽ തന്നെ കിടപ്പുണ്ട് എല്ലാ നന്മയും. കാരണം അത് എന്തൊരു താഴ്മയുള്ള ചോദ്യം നോക്കിയേ. നമ്മളാണെങ്കിൽ എങ്ങനെ ചോദിക്കല്? അത് എനിക്ക് ഏകദേശം എത്ര ഉണ്ടാവും, എനിക്ക് ഏകദേശം എത്ര ഉണ്ടാവും? കാരണം ഞാൻ 89 മുതലേ ഉള്ളതല്ലേ, എനിക്ക് ഏകദേശം എത്ര ഉണ്ടാവും? സിദ്ദീഖ് റളിയല്ലാഹു ചോദ്യം കണ്ടോ? അഫിയ ഹസ്ലത്തുൻ വാഹിദ, എനിക്ക് ഏതെങ്കിലും ഒന്നുണ്ടോന്ന്. ശരിക്കും അള്ളാഹുവിലേക്ക് അടുക്കും തോറും നമുക്ക് വർദ്ധിച്ചു വരുന്ന ഒരു കാര്യം തവാളു ആയിരിക്കും. അള്ളാഹുവിലേക്ക് അടുക്കും തോറും ഒരാളിൽ ഇല്ലാതാവുന്ന രോഗം കിബറായിരിക്കും. കിബറായിരിക്കും അള്ളാഹുവിലേക്ക് അടുക്കും തോറും. അതാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താവാനിരിക്കുമ്പോ മകനെ വിളിച്ചിട്ട് പറഞ്ഞത്, മോനെ നീ ഒന്ന് ഹുദൈഫത്ത് ബിനുൽ യമാൻ തങ്ങളെ വിളിച്ചിട്ട് വരി. വിളിച്ചു വന്നു. ഹുദൈഫ അങ്ങളോട് ചോദിച്ചല്ലോ, ഹുദൈഫ അങ്ങളെ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ രഹസ്യങ്ങൾ പറഞ്ഞെന്ന കൂട്ടത്തില് സ്വഹാബിയായി ചമഞ്ഞ് നടക്കുന്ന ചിലരുണ്ട്, മുനാഫിഖീങ്ങളായ ആൾക്കാര് ഇല്ലേ? ആ ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ആ തന്നിരുന്നു. ആ ലിസ്റ്റ് ഒന്ന് നോക്കാവോ? എന്തിനാ ഉമർ തങ്ങൾ നിങ്ങൾ വഫാത്താവാനിരിക്കുന്ന ഘട്ടത്തിൽ മുനാഫിഖീങ്ങളെ കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? അതിന് ഉമർ തങ്ങൾ പറയണത്, ആ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ ഈ ഉമർ ഉണ്ടോ നോക്കൂന്നു. ഹുദൈഫ നിങ്ങൾ കരഞ്ഞുപോയി, ഒറ്റ കരച്ചില്. എന്താ ഉമർ നിങ്ങൾ പറയണത്? നിങ്ങൾ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ ആ വഴിക്ക് പിശാച് വരൂലോ. നിങ്ങൾ സിറാജു അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ വിളക്കുമാടല്ലേ? നിങ്ങൾ എന്തായി പറയണത്? അതിന് ഉമർലാന്റെ മറുപടി എന്താ പറയാ? ഹദ്ദിദിൻ നളറ, ശരിക്ക് നോക്കൂ മോനെ, ഇല്ലാന്നൊന്നും പറയല്ല, ഒറ്റയടിക്ക് പറയല്ലേ, ശരിക്ക് ഏടൊന്ന് പരിശോധിച്ച് നോക്കൂ, ഈ ഉമർ അതിന്റെ ആളാണോ മുനാഫിഖാണോ എന്നൊന്ന് നോക്കൂ. നമുക്ക് ഉള്ളിന്റെ ഉള്ളില് ഹൃദയത്തിലേക്ക് ഒരു സെൽഫി എടുക്കണം, ഇടക്കിടെ എടുക്കണം. ഞാൻ ഫോട്ടോന്റെ ആളാണോ? അങ്ങനെ ഉണ്ടാവും ചില ആൾക്ക്. സ്ഥാപനത്തിലേക്ക്, ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ നമ്മളൊരു ഹാജിയാര് പോയി, അവിടെ നിന്നെങ്ങാനും കാപ്പി അണ്ടിപ്പരിപ്പ് കൽക്കണ്ടി കിട്ടിയിട്ടില്ലെങ്കിൽ മൂപ്പർക്ക് ആ സ്ഥാപനത്തോടൊരു പുച്ഛം, അടുത്ത കൊല്ലത്തെ തക്കാഫില് കൊടുക്കൂല. നമ്മളെ നാട്ടിൽ ഒരു സ്ഥാപനം, അടിപൊളി സ്ഥാപനം എന്ന് പറയാൻ എപ്പോഴാ? മുത്തഅല്ലിമീങ്ങൾക്ക് അൽഹംദുലില്ലാ, അസ്നൽ മത്താലിബ് സക്കറിയ അൻസ്വാരി തങ്ങളുടേത്, അല്ലെങ്കിൽ ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫ, റംലി ഇമാമിന്റെ നിഹായ, മുഗ്നിൽ മുഹ്താജ്, ഖതീബ് ഷിർബീനി തങ്ങളുടെ. എന്തൊരു പോത്താ കുട്ടികൾ! ഞാൻ പാതിരാക്ക് അവിടെ എത്തുമ്പോഴും കുട്ടികൾ മസലകളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുക. ഇതാണ് നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനം അടിപൊളി എന്ന് പറയാൻ പ്രമാണിമാർ ഉപയോഗിക്കുന്ന മാനദണ്ഡം? അല്ല. പിന്നെ അൽഹംദുലില്ലാ അവിടെ നല്ല സ്ഥാപനം. എന്തേ? മൂപ്പര് പോയപ്പോ അണ്ടിപ്പരിപ്പ് കിട്ടീനതാണ്, അല്ലെങ്കിൽ തേങ്ങപ്പൂള് കിട്ടി. ഇത് നമ്മുടെ നാട്ടിലെ ക്രൈറ്റീരിയ, മാനദണ്ഡം. ഒരു വലിയ ഫോർച്യൂണർ ഓടിയാട്ടി എടുത്തിട്ട് പോയിട്ട് ഇന്റർലോക്കൊന്ന് 3 ഓണടിക്കണം, എന്നിട്ട് 4 മുത്താലിങ്ങൾ ഇറങ്ങി വരണം, എന്നിട്ട് നമ്മളെ എഴുന്നള്ളിക്കണം. കിബർ എന്നല്ലാതെ വേറെന്താ പറയാൻ? ആർക്ക് വേണ്ടിട്ട് നമ്മളൊക്കെ ജീവിക്കണത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വർത്താനം നോക്കിയേ. ഇസ്ലാമിലേക്ക് വന്നതിന്റെ പിറ്റേന്ന് ചോദിക്കുന്ന ചോദ്യം അല്ല ഈ ചോദ്യം. വഫാത്താവുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ചോദ്യമാണ്, ഈ ഉമർ മുനാഫിഖാണോ എന്നൊന്ന് നോക്കുമോനെ. ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയത്രേ, വദിത്തു അന്നി ശഅറതൻ ഫീ സുദ്രി അബൂബക്കർ, അബൂബക്കർ തങ്ങളുടെ നെഞ്ചിലെ ഒരു രോമങ്ങാനായിരുന്നെങ്കിൽ ഈ ഉമർ ഒന്ന് കഴിച്ചലാവുമായിരുന്നു. താഴ്മയുടെ നിറകുട സ്വഹാബത്ത്.
അതാണ് സിദ്ദീഖുള്ളാഹി ചോദിച്ചത്, ലോകത്ത് 360 നന്മ ഉണ്ട് എന്ന് തങ്ങൾ പറഞ്ഞില്ലേ സ്വർഗത്തിൽ എത്താൻ? അതെ, അതിലേതെങ്കിലും ഒന്ന് ഈ അബൂബക്കറിനുണ്ടോ നബിയെ? അതിന് തങ്ങളെ മറുപടി എന്താ? മോനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല മോനെ, മോനിക്ക് 360 ഉണ്ട്. ഇതാണ് സാബിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ. വസ്സാബിഖൂന സാബിഖൂൻ, നന്മയിൽ മുൻകടന്നു അവർ സ്വർഗത്തിൽ മുൻകടക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഖാല അല്ലാഹു അസ്സ വജൽ. അവരാണ് A+ ഗ്രേഡുകാർ. അവർക്ക് അള്ളാഹു ദുനിയാവെന്ന് മരിക്കണ സമയത്ത് കൊടുക്കണ ഓഫറിനെ കുറിച്ചാണ് സൂറത്തുൽ വാഖിഅ എല്ലാ ടീമിനെയും പരാമർശിച്ച് അവസാനം പറയണത് ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. റൗഹ് എന്ന ചെടി, റൈഹാൻ എന്ന പുഷ്പം, ഇത് രണ്ടും ഇങ്ങനെ മണപ്പിച്ചു നോക്കും. അസ്രായിൽ അലൈഹിസ്സലാമും മലക്കളും കൊണ്ടുവന്നാൽ, യാ അസ്രായിൽ ഇത് എന്താണ്, സ്വർഗാണോ? അതെ, വജന്നത്തു നഈം, സ്വർഗത്തിന്റെ ചിത്രം കൂടി കാണുമ്പോ അയാൾ അസ്രായിലിനോട് പറയാത്രേ, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ദുനിയാവ് വേണ്ട കേട്ടോ, എനിക്ക് മരിക്കാനാണ് പൂതി. കണ്ടോ അസ്രായിലെ, ഈ ഏതായാലും എനിക്ക് ഇതൊക്കെ തന്നില്ലേ, ഇനി എന്റെ റൂഹ് ഈ പിടിക്കണ്ട, ഞാൻ എന്നെ പിടിച്ചിട്ട് അങ്ങോട്ട് തരാന്ന് അവര് പറയൂത്രേ. അവര് മരണത്തിന് റെഡിയാണ്. ശരിക്ക് ഈ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണേന്ന് നമ്മളൊക്കെ ദ്വാരക്കണില്ലേ? ഈ പെട്ടെന്നുള്ള മരണം ശരിക്കും പ്രശ്നമാണോ? പ്രശ്നമാണ്. ആർക്ക്? നമ്മളെപ്പോലത്തെ തൗബയൊന്നും ചെയ്യാതെ തെറ്റുകാരായി ജീവിക്കുന്നവർക്കാണ് പ്രശ്നം. സ്വാലിഹീങ്ങൾക്ക് എന്ത് പ്രശ്നം? ഒരു മഹാന്റെ അടുത്ത് അസ്രായിൽ അലൈഹിസ്സലാം വന്നപ്പോ ആ മഹാൻ അള്ളാഹിനോട് പറയുന്നുണ്ട്, അസ്രായിൽ അലൈഹിസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്ത്? റൂഹ് പിടിക്കട്ടെ? എന്ത് റൂഹ് പിടിക്കട്ടെ എന്ന് ചോദിക്കുന്നു. 40 കൊല്ലായിട്ട് ഞാൻ റെഡി ആയിട്ട് കാത്തിക്കും, വേ പിടിച്ച് പോയട്ടെ. തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത്, മുഅ്മിനീങ്ങൾക്ക് മരണം എന്ന് പറഞ്ഞ ഒരു സമ്മാന. കാരണം അവര് നിസ്കരിച്ച തഹജ്ജുദിന്റെയും ദുഹയുടെയും പ്രതിഫലം കിട്ടണമെങ്കിൽ സ്വർഗം കിട്ടണ്ടേ? അതിന് മരിക്കണ്ടേ? അതിന് അവർക്കൊരു സന്തോഷമാണ് മരണം എന്ന് പറഞ്ഞാൽ. പെട്ടെന്നുള്ള മരണമല്ലേ, വഫാത്തല്ലേ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഉണ്ടായത്? പെട്ടെന്നുള്ള മരണം ദുരന്താണെങ്കിൽ ഒരു നബിക്കുണ്ടാവോ? സുലൈമാൻ നബി ഇതേപോലെ ഒരു കസേരയിൽ ഇരുന്ന് പള്ളി എടുപ്പിക്കുകയാണ് ജിന്നുകളെ കൊണ്ട്. സുലൈമാൻ നബി വഫാത്തായി. അവിടെ മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്, തെറ്റൊക്കെ ചെയ്ത് തൗബ ചെയ്യാതെ റെഡിയാവാത്ത ടീമിനാണ് മരണം പെട്ടെന്നാവുന്നത് മോശം അല്ലെങ്കിൽ ബല ആവുന്നത്. സ്വാലിഹീങ്ങൾക്ക് അതന്നെയല്ലേ വേണ്ടത്, അവർക്ക് മരിക്കാനല്ലേ വേണ്ടത്. അതാണ് ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. സാബിഖീങ്ങൾക്ക് സ്വർഗീയ ആനന്ദങ്ങൾ നേരത്തെ തന്നെ കാണിച്ചു കൊടുക്കും. രണ്ടാമത്തെ ഒരു വിഭാഗമാണ് വലത് കൈയിൽ കിതാബ് കിട്ടുന്നു എന്ന അർത്ഥത്തിൽ അസ്ഹാബുൽ മൈമന എന്ന വിഭാഗം. അവര് ഭാഗ്യവാന്മാരാണ്. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. മലക്കുകൾ വന്നിട്ട് നേരത്തെ തന്നെ സലാം പറയും. ഈ ക്വാളിറ്റി കിട്ടാൻ എന്ത് വേണമെന്ന് വെച്ചാൽ, ബാങ്ക് കൊടുത്ത ഉടനെ അവ്വൽ വക്തിൽ ഫർള് നിസ്കരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ മരണത്തിന്റെ തൊട്ട് മുമ്പ് വന്നിട്ട് മലക്കുകൾ സലാം പറയുമെന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ബാങ്ക് കൊടുത്താൽ നിസ്കാരത്തോടുള്ള ഗൗരവം പോസ്റ്റ് കൊറോണ കാലത്ത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. നിസ്കരിച്ചാൽ മതിയല്ലോ, നിസ്കരിക്കാലോ, കുറച്ച് നിസ്കരിക്കാലോ, ഈ ചിന്ത ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. മുമ്പ് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ശരിക്ക് ബാങ്കിന് മുന്നേ തന്നെ വുളു എടുത്ത് റെഡിയാവുമായിരുന്നു മുഅ്മിനീങ്ങൾ. മഗ്‌രിബിന് ശേഷം അവര് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകൂലായിരുന്നു, ഇശാവ് കൂടി കരുതിയിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. അവിടെ ഒരു മസ്അല മഹാന്മാര് പറയുന്നുണ്ട്, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരം നിർബന്ധമായി, നിസ്കാരത്തിന്റെ വസീല എന്ന നിലയിൽ വുളു നിർബന്ധമായി. അപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വുളു ഉണ്ടാവൽ നിർബന്ധമാണ്, വുളു എടുക്കണം. ബാങ്കിന് മുന്നേ വുളു എടുക്കൽ സുന്നത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിർബന്ധമില്ല. സാധാരണ സുന്നത്തും ഫർളും ആയാൽ ഫർളിനാണ് വലിയ പ്രതിഫലം ഉണ്ടാവുക. ആയിരക്കണക്കിന് സുന്നത്ത് ചെയ്താലും ഒരു ഫർളാവില്ല. ഉദാഹരണത്തിന് ഒരാൾ ഇശാ കഴിഞ്ഞിട്ട് ഉറക്കം കഴിഞ്ഞ് ഇബാദത്ത് ചെയ്ത് 4:30 വരെ, എന്നിട്ട് സുബഹി ഖളാക്കി, എങ്ങനെ ഉണ്ടാവും? എറണാകുളോ ഒക്കെ എക്സ്പ്രസിലോ പരിസാഗറിലോ അജ്മീർക്ക് പോയി ഫർള് ഖളാക്കി, അവിടെ സിയാറത്ത് ചെയ്താല് ഈ ഫർള് ഖളാക്കിന്റെ പകരമാവും. ഫർള് എന്ന് പറഞ്ഞാൽ ഫർളാണ്, അതിന്റെ സ്ഥാനത്ത് ഒന്നും നിൽക്കൂല. അതേ സ്ഥാനത്ത്
ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വുളു എടുക്കുക എന്ന സുന്നത്ത് ഒരാൾ എടുത്താൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് എടുക്കുന്ന വുളു നിർബന്ധമാവുമല്ലോ. ആ ഫർളിനേക്കാൾ കൂലി നേരത്തെ വുളു എടുക്കുന്ന മുഅ്മിനീങ്ങൾക്കുണ്ടെന്ന് മഹാന്മാർ എഴുതി വെക്കുന്നു. ഏതുപോലെ സലാം പറയൽ സുന്നത്തും സലാം മടക്കൽ നിർബന്ധമാണ്. എന്നാൽ സലാം പറയുന്ന സുന്നത്താണ് അവിടെ ഫർള് മടക്കുന്നതിനേക്കാൾ കൂലി. അങ്ങനെ 4 സുന്നത്തുണ്ട്. ഫർളിനേക്കാൾ പ്രതിഫലം കിട്ടുന്ന 4 സുന്നത്ത്. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുകയല്ല. അപ്പൊ ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ, നേരത്തെ തന്നെ നിസ്കാരത്തിന് റെഡിയാകുന്ന മുഅ്മിനീങ്ങൾ മരണപ്പെടുമ്പോൾ മലക്കൾ വന്നിട്ട് നേരത്തെ സലാം പറയും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഇത് റിഫായി ശൈഖിന്റെ മാസമാണല്ലോ. റിഫായി ശൈഖ് അങ്ങനെയാണ്. റിഫായി ശൈഖിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് റിഫായി ശൈഖിന് ബാങ്ക് കൊടുത്ത വേറെ ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. ഉടനെ നിസ്കാരം. ഒരു ദിവസം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരാളോട് കുറച്ച് വെള്ളം തരാമോ എന്ന് ചോദിച്ചു. കലശമായ ദാഹമൊന്നുമില്ല, വെള്ളത്തോട് ആഗ്രഹമുണ്ട്. വെള്ളം തരുമോ എന്ന് ചോദിച്ചു. വെള്ളം ഇങ്ങനെ കൊണ്ടുവന്നിങ്ങനെ കൊടുക്കാനിരിക്കുമ്പോ ബാങ്ക് കിട്ടും. മഹാൻ പറഞ്ഞു, ഇനി നിസ്കാരം കഴിച്ചു. ബാങ്ക് കൊടുത്തല്ലോ, ഇനി നിസ്കാരം കഴിച്ചു. ഒരു മഹാൻ ഇങ്ങനെ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുമ്പോ ഇനി കുറച്ചൊന്നും തുന്നിയാൽ തന്നെ ഇത് പൂർത്തിയാവും. തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുത്തു. ഓ ബാങ്കാണല്ലോ, അവിടെ വെച്ചു, പോയി. വേറൊരു മഹാൻ ഇങ്ങനെ ആണി അടിച്ചുകൊണ്ടിരിക്കുക, മുട്ടിയെടുത്തിട്ട് ആമറെടുത്തിട്ട് 2 അടി കൊടുത്താൽ ഫിറ്റാവും. ബാങ്കാണല്ലോ അല്ലെ, അവിടെ വെച്ചു, പോയി. നമ്മളങ്ങനല്ല. എന്തായാലും ജമാഅത്ത് 20 മിനിറ്റ് ഉണ്ടല്ലോ അല്ലെ, നമുക്ക് ന്യായങ്ങളാണ്. നിസ്കാരത്തിനെ ഒരാൾ അവ്വൽ വഖ്ത് പരിഗണിച്ചാൽ അയാളുടെ ജീവിതം മുഴുവൻ ബറക്കത്തുള്ള ജീവിതമായിരിക്കുമെന്ന് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഭയങ്കര ബറക്കത്തായിരിക്കും. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അയാൾക്ക് സംഭവ ബഹുലമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അയാൾക്ക് ഒരുപാട് ഖൈറാത്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില മുത്താലിങ്ങളോട് മറ്റു ചില മുത്താലിങ്ങൾ ചോദിക്കും, നീ ഫത്തുൽ മീന് ക്ലാസ്സിൽ ഇരിക്കുകയും ചെയ്ത് അത് 1-ാം ദർസിൽ മറ്റുള്ളവർക്ക് അർത്ഥം വെച്ചു കൊടുക്കുകയും ചെയ്ത് അതിന്റെ ഇയാനത്തും തർശീഹും ഇയാനത്തുൽ മുസ്തഫീദ് എല്ലാം നോക്കുകയും ചെയ്ത് പിന്നെ ആ ഫത്തുൽ മീനിന്റെ ഭാഗം തുഹ്ഫയിലും നിഹായെന്നും മുഗ്നിയെന്നും മഹല്ലിന്നൊക്കെ എല്ലാം ഇൻകിടുന്ന ഈ സമയം. സമയത്തിൽ ഒരു ബർക്കത്ത് വളരെ പ്രധാനമാണ്. സമയത്തിൽ ബർക്കത്ത് കിട്ടാൻ അവ്വൽ വഖ്തിൽ നിസ്കരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായാൽ മതി. 3-ാമത്തെ ഒരു വിഭാഗാര പരാജയപ്പെട്ടവർ. അവരാണ് അസ്ഹാബുൽ മശ്അമ, ഭാഗ്യം കെട്ട ടീം എന്ന് പറഞ്ഞു. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇപ്പൊ ക്ലാസിന്റെ ഒരു പകുതി ഭാഗം ഇതോടുകൂടി പൂർത്തിയായി. ദുനിയാവിൽ 3 വിഭാഗം, ആഖിറത്തിൽ 3 വിഭാഗം. അതാണ് ഇവിടെ വിശദീകരിച്ചത്. ഇനി നമുക്ക് പരാജിതരെ കുറിച്ച് കൂടുതൽ നേരം സംസാരിച്ചിട്ട് നമുക്ക് സമയം കളയാൻ ഒരു തരത്തിലും നേരമില്ല. വിജയിച്ചവരെ കൂടുതൽ പഠിക്കണം. എങ്ങനെയാണ് ഒരാൾ വിജയിക്കുക? മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നുണ്ട്, ഒരാൾ ആഖിറത്തിൽ വിജയിക്കുന്നു എന്നുള്ളതിന് ദുനിയാവിൽ തന്നെ 6 അടയാളങ്ങൾ ഉണ്ടാവും. ആ 6 അടയാളങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാൾ ആഖിറത്തിൽ വിജയിക്കുന്ന ആളാണ്. ഏതാണ് ഈ 6 അടയാളങ്ങൾ? മഹാന്മാര് അവരുടെ കിതാബിൽ എഴുതി വെക്കുന്നുണ്ട്. ഏതാണ് ഈ 6 അടയാളങ്ങൾ? ഇമാം അബൂ അലിയുൽ ഹസൻ റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നത് കാണാം. മിൻ അലാമത്തി സുഅദാ, വിജയിക്കുന്നവരുടെ അടയാളം 1 തൈസീറു ത്വാഅത്തി അലൈഹി, അയാൾക്ക് ഇബാദത്ത് എളുപ്പമാവും. 2:30 ഉറങ്ങിയിട്ടും തഹജ്ജുദ് എണീക്കാനാ എനിക്കൊന്നാവില്ലട്ടോ, അയ്യോ പറയുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ അള്ളാഹു ഇബാദത്ത് എളുപ്പാക്കി കൊടുക്കും. ഭയങ്കര എളുപ്പമായിരിക്കും അവർക്ക്. ഇബാദത്ത് ഒരു ടേസ്റ്റ് ആയിരിക്കും അവർക്ക്. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെയും വിജയിച്ചതിന്റെയും അടയാളമാണ്. ഇബാദത്ത് എളുപ്പമായിരിക്കും. എല്ലാ സുന്നത്ത് നിസ്കാരം അവർ നിസ്കരിക്കും. എല്ലാ സുഹൃത്തുക്കളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ അവർക്കതൊരു അത്ഭുതമായിട്ട് തോന്നും. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഉമ്മാമ ഇന്നലെ രാത്രി എന്തൊക്കെയാണ് അവർ ഓതിയത്?
യാസീന്, മുൽക്ക്, സജദ, റഹ്മാന്, വാഖിയ, മുസമ്മില്, ജിന്ന് എല്ലാം ഓതിയിട്ടുണ്ട്. അതേസമയത്ത് ഒരു ചെറുക്കൻ നീ എന്താ ഓതിയത്? ഞാൻ സാധാരണ തബാറക്ക് ഓതാറുണ്ട്, ഇന്നത് നടന്നിട്ടില്ല എന്ന് പറയും. കണ്ടോ? ഇന്നത് നടന്നിട്ടില്ല എന്ന് പറയും. കണ്ടോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരാളെ അല്ലാഹു ഏറ്റെടുത്താൽ അയാളിൽ ഉണ്ടാവുന്ന ഒരു ഗുണമാണ്, ഒരാൾ വിജയിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് തൈസീറു ത്വഅത്തി അലൈഹി, അയാൾക്ക് ഇബാദത്ത് ചെയ്യൽ ഒരു എളുപ്പം കിട്ടും. സിമ്പിൾ. എല്ലാടെ മോനെ എല്ലാ തിങ്കളാഴ്ച നീ സുന്നത്തും കൊടുക്കല്, എല്ലാ ക്ലാസ്സിലും നീ പങ്കെടുക്കും. അതെ. അപ്പൊ ഇതിന്റെ ജോലിക്കൊക്കെ മൂപ്പരിങ്ങനെ റിസ്ക് ആയിരിക്കും. സുബഹിക്ക് ശേഷം കുറച്ച് ഉറങ്ങാതിരുന്നാൽ ക്ഷീണമായിരിക്കും, അപ്പൊ ക്ലാസ് നടക്കൂല. മൂപ്പരിങ്ങനെ ഫുൾ കാൽക്കുലേറ്റർ ആയിരിക്കും. മറ്റേ ആൾക്ക് സിമ്പിളായി പോകുന്നു. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് വർദ്ധിപ്പിക്കും. അയാൾ ഇബാദത്ത് ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും അയാളെ കൊണ്ട് ഇബാദത്ത് ചെയ്യിപ്പിക്കും. മുപ്പര് സാധാരണ വിത്ർ നിസ്കരിക്കാറൊന്നുമില്ല, പക്ഷെ മുപ്പരെ പെട്ടെന്ന് എന്തോ ഒരു നന്മ ചെയ്തിട്ട് അള്ളാഹുവിന് ഇഷ്ടമായി. മുപ്പര് സംസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് ഷീറ്റിൽ വെള്ളം തട്ടുന്ന ശബ്ദം കേൾക്കണം. ഓ, മഴ ഉണ്ടല്ലേ, കൊടയും എടുത്തിട്ടില്ല, വണ്ടിയും എടുത്തിട്ടില്ല, അതിനെ ഏതായാലും വിത്ത് നിസ്കരിച്ചിട്ട് പോയേക്കാന്ന്. കണ്ട, ഇവരെ കൊണ്ട് വിത്ത് നിസ്കരിപ്പിക്കും. ഇവരങ്ങനെ സാധാ ഹദ്ദാദൊന്നും ചൊല്ലാറില്ല, പക്ഷെ അള്ളാഹ് എന്തോ പെട്ടെന്ന് ഇവരോട് ഒരു ഇഷ്ടം വന്നിട്ടുണ്ട്. ആയിടക്കാണ് ഒരു പരിപാടിക്ക് ആശംസ അറിയിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത്. ഒരു 8:30 എത്തുമല്ലോ, 2 സമ്മാനം കൊടുക്കാൻ എൻ്റെ കുട്ടികൾക്ക്, പൊതുപരീക്ഷയ്ക്ക് റാങ്ക് കിട്ടിയ കുട്ടികൾക്ക്. ഇവര് സ്റ്റേജിൽ 8:30 എത്തി. ഞാൻ വേഗം പോണം, അങ്ങനെ ഒരു തിരക്ക് അഭിനയിച്ചു. അപ്പൊ സംഘാടകർ പറഞ്ഞു, ആൾക്കാരൊക്കെ എത്തുന്നേ ഉള്ളൂ, നമുക്കൊന്ന് ഹദ്ദാദ് തുടങ്ങിയാലോ, അൽ-ഫാത്തിഹ. അപ്പൊ എന്തായാലും ഹദ്ദാദ് ചെല്ലേണ്ടി വരുമല്ലോ, സ്റ്റേജ് മേലെ എത്തിയല്ലോ. അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ മൂപ്പരെ ലോക്കാക്കും, മൂപ്പരെ കൊണ്ട് ഇബാദത്ത് ചെയ്യിപ്പിക്കും. ആദ്യഘട്ടത്തിലൊന്നും മൂപ്പർക്ക് ഭയങ്കര ടേസ്റ്റ് ഇബാദത്ത് ആത്മാർത്ഥമായിട്ടൊന്നും വരില്ല, പിന്നെ അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. ആദ്യം ഖുർആൻ ക്ലാസ് കേൾക്കാൻ വരുന്നത് ഷാഫി സക്കാഫ് ഹുസൈന്റെ ക്ലാസ്സിൽ വന്നത് ഉപ്പാന്റെ നിർബന്ധം കൊണ്ടും പുരക്ക് ഉമ്മ ഉറങ്ങാൻ വിടാത്തോണ്ടുമാണ്. പിന്നെ അങ്ങ് ടേസ്റ്റ് കിട്ടല. അത് നമ്മളും കാണണം. ഇപ്പൊ ചിലര് പറയും, കുറച്ച് പിള്ളേര് മുടിയന്മാരായ ചെക്കന്മാര് ചോറ് കിട്ടാൻ വേണ്ടി മാത്രം മഹ്ലറത്തുൽ ബദരിയൊക്കെ വരുന്നുണ്ട്, വരട്ടെ, ഒരു 5 എണ്ണത്തിന് വരട്ടെ, ഇത് ശരിയാട്ടെ. ഓവർ സൂഫീസ് ഒന്നും നമ്മൾ അഭിനയിക്കരുത്. ചില ആളുടെ എപ്പോഴും ഒരു 110 പോയിട്ട് 100 പോലും ആവരുത്, ഒരു 80 ജീവിക്കണം. വെറുതെ ഇനിയും പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മൾ ആൾക്കാരെ ചേർത്ത് നിർത്തിയിട്ട് നമ്മൾ ജീവിക്കണം. അപ്പൊ പറഞ്ഞു വന്നത്, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന 6 അടയാളങ്ങളിൽ ഒരാൾ വിജയിക്കുന്ന ആളാണെങ്കിൽ അയാൾക്കുണ്ടാവുന്ന 6 അടയാളങ്ങളിൽ ഒന്നാമത്തത് തൈസീറു ത്വഅത്തി അലൈഹി, അയാൾക്ക് ഇബാദത്ത് ചെയ്യാൻ എളുപ്പം കിട്ടും. ഇബാദത്ത് ഒരു രസമായിരിക്കും. എത്ര ഖുർആൻ ഓതിയാലും മടുപ്പ് വരൂല. ഇനി പരാജിതനാണെങ്കിൽ മൂപ്പര് ഖുർആൻ തുറക്കുമ്പോൾ തന്നെ അൽ കഹ്ഫിൽ ഓതുമ്പോ പേജും ഇതെന്താ തീരാത്തിതെത്ര എനിക്ക് തോന്നുന്നു. മൂപ്പർക്ക് കോട്ടുവായിടണമെങ്കിൽ മൗലിദ് തവാറ്റ് എടുത്താൽ മതി. ഒരു ഉറക്കമൊക്കെ കിട്ടണമെങ്കിലേ ചില ആള് പറയാറുണ്ടല്ലോ, ഒരു പുസ്തകം എടുത്തിട്ടോണം ഉറക്കം കിട്ടാൻ. ഇബാദത്ത് ടേസ്റ്റ് ആയിട്ട് വരണം നമ്മളെ ജീവിതത്തില്. അതാണ് ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റാൻ വേണ്ടി ശത്രുക്കൾ കൊണ്ടുപോകുമ്പോൾ ചോദിച്ചല്ലോ, എന്താ ആഗ്രഹം? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാനാണ് ആഗ്രഹം. ഓ, നിസ്കരിച്ചിട്ട് വന്നിട്ട് മഹാൻ പറയുന്നുണ്ട്, ദീർഘനേരം നിസ്കരിക്കണം എന്നുണ്ട്, പക്ഷേ നിങ്ങൾ വിചാരിക്കും ഖുബൈബ് മരിക്കാൻ പേടിയായിട്ടാണ് നിസ്കാരം ദീർഘിപ്പിക്കുന്നത്, ആ വിചാരം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മരിക്കണതിന് മുമ്പ് ഭാര്യനെ വീഡിയോ കോൾ ചെയ്യണം എന്നല്ല പറയണത്, എന്റെ അള്ളഹാനോട് ഒരു 2 റക്അത്ത് വർത്താനം പറയണമെന്നാണ്. എന്താണ് അവരുടെ ഈമാൻ നോക്കി നിങ്ങള്. മഹാനായ സാബിത്ത് ബിൻ അസ്ലം അൽ ബുനാനി റളിയല്ലാഹു അൻഹു, സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. ആ താബിഈയായ പണ്ഡിതൻ വഫാത്തായിട്ട് ഖബറിലേക്ക് വെച്ചു. മുകളിൽ കല്ല് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ല് താഴേക്ക് വീണുപോയി. ആ കല്ലെടുക്കാൻ വേണ്ടി ഖബർ ഒഴിക്കുന്ന ഒരാൾ താഴെ ഇറങ്ങി.
അപ്പോൾ കണ്ട അത്ഭുതം ഫഇദൻ ഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരിഹി, മഹാനവറുകൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചങ്ങായിമാരെ മണ്ണിട്ടിട്ടില്ല, കല്ലെന്നെ വെച്ച് പൂർത്തിയായിട്ടില്ല. ഓരോ ദൃജ നോക്കിയേ, മയ്യത്ത് വെച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേ എണീറ്റ് നിസ്കരിക്കാൻ തുടങ്ങി. ഇത് കണ്ട ഈ മനുഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ഖബറടക്കം പൂർത്തിയാക്കി നേരെ മഹാന്റെ വീട്ടിലേക്ക് പോയി. മഹാന്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, എന്താണ് ഉപ്പാന്റെ ലൈഫ് സ്റ്റൈൽ, എന്താ മോളെ? മോള് പറയുന്നത് എന്താ അറിയാം, എല്ലാ ദിവസവും ഒരു ഖത്ം ഓതി തീർക്കും, എല്ലാ ദിവസവും 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. വാപ്പ എപ്പോഴും സുബഹിയോടടുത്ത സമയത്ത് ദ്വാരക്കുന്ന കേൾക്കാറുണ്ട്, നീ ഖബറിൽ ആർക്കെങ്കിലും നിസ്കരിക്കാൻ തൗഫീഖ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ കൊടുക്കാറുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, അതിന്റെ പ്രോട്ടോകോളും നിയമങ്ങളൊന്നും എനിക്കറിയില്ല, അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സാബിത്തിന് അതിന് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞാല് ഡെയിലി ഫർളിന്റെ പുറമെ 300 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടും സുജൂദ് ചെയ്തിട്ട് പൂതി തീർന്നിട്ടില്ല റബ്ബേ, ഇനിയും എനിക്ക് വേണം നിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ ചാൻസ്. ഇന്നലെ എത്ര ആളാ വിത്ർ നിസ്കരിച്ചത്? നമ്മൾ ആരൊക്കെ ഉണ്ട് ലുഹ പതിവാക്കുന്നവർ? ശ്വാസം തീരുന്നതിന് മുമ്പുള്ള ചാൻസ് തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? എന്നിട്ടാണ് നമ്മൾ സാബിത്ത് തങ്ങളുടെ ചരിത്രം വായിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കൂട്ടുകാരെ ഇബാദത്ത് ഒരു ആനന്ദമാക്കി മാറ്റണം. മഹാന്മാർക്ക് അങ്ങനെയാ, അവര് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ചിലപ്പോ അള്ളാഹുവിനോട് ദ്വാരക്കും. എന്താ ദ്വാ ചെയ്യാ? മാഷാ അല്ലാഹ്, സയ്യിദ് അവറുകൾ വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ചില മഹാന്മാര് ദുആ ചെയ്യൂ അത്ര. എന്താ ദുആ? അല്ലാഹുവേ, ഞാൻ ഇങ്ങനെ നിന്റെ ഖുർആൻ, നിന്റെ കലാമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യാം, ഓരോ സൂറത്തുകളും ഇങ്ങനെ ഓതി ഓതി തീരുണ്ട്, നീ എന്താ ഈ ഖുർആനിൽ വലിയ സൂറത്തൊന്നും ഇറക്കാതിരുന്നത്? ആകപ്പാടുള്ളത് അൽബക്കറ, ആലിമ്രാനൊക്കെ ആണല്ലോ, അതൊക്കെ 2-2.5 മണിക്കൂർ കൊണ്ട് ഓതി തീരാണ്. ഒരു ദിവസം ഫുൾ ഓതാൻ പറ്റുന്ന ഒരു സൂറത്ത് കിട്ടണമായിരുന്നു. മഹാന്മാരെ പൂതി നിങ്ങൾ ആലോചിക്കുക. അപ്പോഴാ നമ്മൾ ഒരു ഉസ്താദിനെ കണ്ടെത്തിയിട്ട് ചോദിക്കണം, ഉസ്താദെ, ഫാത്തിക്ക് ശേഷം ബിസ്മി മാത്രം ഓതിയാൽ സൂറത്ത് ഓതിയ അസ്ല് സുന്നത്ത് കിട്ടുമോ നിസ്കാരത്തിൽ? എങ്ങനെയുണ്ട്? വിത്ർ ഒന്ന് മാത്രം നിസ്കരിച്ചു പോകുന്ന ആളോട്, എടാ വിത്ർ ഒന്നാണ് നിസ്കരിക്കുന്നത്, ഖറാത്തല്ലേ? അപ്പൊ മൂപ്പരുടെ തഹ്ഖീഖൻ മറുപടി, അൽ മുദാവമത്തു അലൈഹ, ഒരു റക്അത്ത് സ്ഥിരം നിസ്കരിക്കലാണ് ഖറാത്ത് എന്ന് ഹാഷിയത്തു ഷർഖാവിയിലുണ്ട്. അടിപൊളി. ആ മസല പഠിച്ചിട്ട് നിനക്ക് തഖ്വ കൂടെ ചെയ്ത് കുറയേ ചെയ്തത്. അപ്പൊ ഒരാൾ വിജയിച്ചാൽ, ഒരാൾ വിജയിക്കുന്നുണ്ടെങ്കിൽ അയാളിൽ ഉണ്ടാവുന്ന ഒന്നാമത്തെ ഗുണം അതാണ്. രണ്ടാമത്തത് മുവാഫഖത്തു സുന്നത്തി ഫി അഫ്ആലിഹി, അയാളുടെ കർമ്മങ്ങളിൽ സുന്നത്തുകൾ ഉണ്ടാവും. അയാളുടെ എല്ലാ കാര്യങ്ങളും സുന്നത്തനുസരിച്ചിട്ടായിരിക്കും. അങ്ങനെയാണ്. റിഫായി ശൈഖിന്റെ മാസല്ലേ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉൻദുർ കൈഫ കാന നബിയുക അലൈഹി അഫ്ളലുസ് സ്വലവാത്തി വത്തസ്ലീമാത്ത്, മോനെ നീ എപ്പോഴും നോക്കേണ്ടത് നിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്തത് എന്ന് നീ പഠിക്കണം. വകൈഫ ഖാല, റസൂൽ എങ്ങനെയാണ് സംസാരിച്ചത്, കുട്ടികളോട്, ഭാര്യമാരോട്, അനുയായികളോട്, വീട്ടുകാരോട്, നാട്ടുകാരോട് എങ്ങനെയാണ് അവിടുന്ന് പ്രസംഗം തുടങ്ങിയത്, സംസാരം തുടങ്ങിയത്. വകൈഫ ഖാലക്കന്നാസ ബർറൻ ഔ ഫാജിറൻ, നല്ല ആളായാലും മോശാളായാലും തങ്ങൾ എങ്ങനെയാ പെരുമാറിയത്, തങ്ങൾ എങ്ങനെയാ സംസാരിച്ചത്, തങ്ങൾ എങ്ങനെയാ ഇടപഴകിയത്, അതിനനുസരിച്ച് വഅമൽ ബിഅമലിഹി, റസൂലുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിച്ചത് അതനുസരിച്ച് നീ ജീവിക്കുക. വഖുൽ ബിഖൗലിഹി, റസൂലുള്ള പറഞ്ഞ പോലെ നല്ലത് മാത്രം പറയുക. അവിടുന്ന് വഷളത്തരം പറയാറില്ല, അവിടുന്ന് കളവ് പറയാറില്ല, അവിടുന്ന് അശ്ലീലങ്ങൾ പറയാറില്ല, അവിടുത്തെ വാക്കുകളെ അനുധാവനം ചെയ്യുക. വതഖല്ലക ബിഖുലുഖിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ നമ്മളെ സ്വഭാവമാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. ഇനി റസൂലുള്ളാഹിന്റെ ഓരോ ദിവസം എങ്ങനെയായിരുന്നു എന്ന് നിനക്ക് അറിയില്ലേ?
നബി തങ്ങളുടെ സംസാരം, തങ്ങളുടെ ഇടപഴക്കം, തങ്ങളുടെ യാത്ര, തങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റൈല്, ഇത് നിനക്കറിയില്ലേ? നീ ആലിമീങ്ങളോട് ചോദിക്കൂ, റസൂലുള്ളാഹിന്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാമോ ഉസ്താദേ? ഒന്ന് ചോദിക്കൂ. അങ്ങനെയാണല്ലോ അള്ളാഹു പറഞ്ഞത്, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കാനല്ലേ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ഈ ഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോ നബി തങ്ങൾ എങ്ങനെയാ പെരുമാറിയത്? 63 കൊല്ലത്തിന്റെ ഇടയിൽ നബി തങ്ങൾ ഭാര്യമാരെ അടിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഭാര്യനെ അടിച്ചാൽ ആ സർട്ടിഫിക്കറ്റ് പോയി. ഇനി മദീനത്ത് 60 കൊല്ലം ഇത്തിക്കാഫ് ഇരുന്നിട്ടാലൊന്നും ആ സർട്ടിഫിക്കറ്റ് കിട്ടൂല. കഅബാലയത്തിൽ ഇരുന്നാൽ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിൽ സ്നേഹിക്കുക, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക, അതാണ് ഒരാൾ വിജയിക്കുന്നു എന്നുള്ളതിന്റെ രണ്ടാമത്തെ അടയാളം. അപ്പൊ ഒരാൾക്കൊരു സംശയം, എല്ലാ സുന്നത്തും ഒരാൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും? സുന്നത്തായ ഉംറ അതിപ്പോ എല്ലാവർക്കും പറ്റും. സുന്നത്തായ തവാഫ് അതെല്ലാവർക്കും കഴിയും. സുന്നത്തായ ഇത്തികാഫ് അതെല്ലാവർക്കും നടക്കുമോ? അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. അപ്പൊ പിന്നെ സുന്നത്തെടുത്ത് ജീവിക്കുക, സുന്നത്തുകൾ കൊണ്ടാണ് അള്ളാഹുലേക്ക് എത്തുന്നത്, വിജയിക്കുന്നത് എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ വേണ്ടി മാത്രം കൻസുൽ ഉമ്മാലിന്റെ മുസന്നിഫിന് ഒരു കിതാബിനുണ്ട്, തബീനു തുർഖി ഇലല്ലാഹ് എന്നാണ് ആ കിതാബിന്റെ പേര്. ആ കിതാബിൽ അതിന് ഉത്തരം പറയുന്നുണ്ട്. എന്താ ഉത്തരം? സുന്നത്തുകൾ കൊണ്ട് മാസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു, സുന്നത്തുകൾ കൊണ്ടാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് പറയുന്നതിന്റെ താല്പര്യം. ഇന്നത്തസവ്വുഫ കുല്ലഹു ലഹു അൽ അദബ് വമിനൽ അവാരിഫി ഫത്ലു ബൻ ഹുവ അവ്വില, ഒരാൾ നന്നാവുന്നത് സുന്നത്തെടുത്താലാണ് എന്ന് പറയുന്നതിന്റെ താല്പര്യം. إذ لا دليل على الطريق إلى الإله إلا متابعة الرسول المكمل صلى الله عليه وسلم. رسول الله നെ ഫോളോ ചെയ്താലാണ് അല്ലാഹുവിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. എത്രയേ ഉള്ളൂ? അല്ലാഹു ഒഴിവാക്കാൻ പറഞ്ഞ എല്ലാ കാര്യവും ഒഴിവാക്കുക, എന്നിട്ട് ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുവരാം. ഉദാഹരണം, ഒരു ഹറാമും മൂപ്പര് ചെയ്യാറില്ല. എല്ലാ ദിവസവും മൂപ്പര് ളുഹ നിസ്കരിക്കും. മതി, അള്ളാഹുലേക്ക് എത്തും. അള്ളാഹുലേക്ക് എത്താനൊന്നും മതി. എല്ലാ സുന്നത്തും ഒരാൾക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ എങ്ങനെ സുന്നത്തായ തവാഫ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സുന്നത്തായ ഉംറ നിർവഹിക്കാൻ പറ്റുക? അതാണ് മഹാന്മാര് പറയണത്, ഹറാമുകൾ കറാഹത്ത് മുഴുവൻ ഒഴിവാക്കുക. അങ്ങനെ ആയാൽ തന്നെ ഒരാൾ സൂഫിയായി. എന്നിട്ട് ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ പതിവായി കൊണ്ടുവരിക. മഹാന്മാരവിടെ വ്യാഖ്യാനിച്ചു അർബഈൻ നവവിയിൽ എന്ത്? അങ്ങനെ സുന്നത്തെടുത്ത് ജീവിക്കുമ്പോൾ മൂപ്പരിക്ക് തന്നെ എല്ലാ സുന്നത്തിനോടുള്ള ഹുബ്ബ് അല്ലാഹു ഇട്ട് കൊടുക്കും. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാ ദിവസവും റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഒഴിവാക്കുന്ന ആള്, അയാളെ സാക്ഷിക്ക് പറ്റൂല എന്ന് വരെ ഗ്രന്ഥങ്ങൾ ചർച്ചയുണ്ട്, ഇമാമിങ്ങൾക്കിടയിൽ ചർച്ചയുണ്ട്. എല്ലാ ദിവസവും റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഒഴിവാക്കുന്ന ഒരാളാണ്, അയാളെ സാക്ഷിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ, നടക്കുന്ന നിക്കാഹ് ഉണ്ടല്ലോ, രാവിലെ നിക്കാഹ് നടക്കണ്ടേ, വൈകുന്നേരമല്ല. വൈകുന്നേരം നമ്മളെ നാട്ടിൽ നിക്കാഹ് വരാൻ കാരണം കാപ്പി കൊടുക്കുന്നുണ്ടല്ലോ നിക്കാഹിന് ശേഷം. കാപ്പിക്ക് പറ്റിയ സമയം വൈകുന്നേരം ആയതുകൊണ്ട് നിക്കാഹ് അങ്ങോട്ടേക്ക് മാറ്റിയതോ. രാവിലെയാണ് നിക്കാഹ് നടക്കേണ്ടത്. നിക്കാഹിന് സുന്നത്ത് കുറയുണ്ട്. അതിലൊന്ന് പള്ളിയിലാവുക, ബ്രാക്കറ്റിൽ ഓഡിറ്റോറിയത്തിൽ ആവാതിരിക്കുക. ഇന്നലെ എന്തെല്ലാം നടന്നിട്ടുണ്ടാവുക ആ ഓഡിറ്റോറിയത്തിൽ? അതിന്റെ എല്ലാ ഇല്ലൊമനും നമുക്കുണ്ടാവില്ല. അപ്പൊ ഒന്ന് പള്ളിയിലാവുക, 2 വെള്ളിയാഴ്ച ആവുക, 3 സ്വാലിഹീങ്ങളുടെ സാന്നിധ്യത്തിലാവുക, 4 ശവ്വാൽ മാസത്തിലാവുക. കണ്ടോ? ഒക്കെ അതിന്റെ ഒരു ബർക്കത്തുണ്ടാവും ജീവിതത്തിൽ. ഞാൻ വിഷയം മാറുന്നില്ല. അപ്പൊ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരണം. ആ നിക്കാഹ് നടക്കുമ്പോ സാക്ഷിക്ക് പേനക്ക് മഷിയുണ്ട് എന്ന് വിചാരിച്ചിട്ട് വേഗം ഒപ്പിട്ടേക്കരുത്. നമ്മൾ അതിന് പറ്റുമോ ഇല്ലയോ എന്ന് ഉള്ളിലൊന്ന് ചോദിച്ചു നോക്കണം. പുറത്ത് അണ്ടിപ്പരിപ്പും കാപ്പിയും വിതരണം ചെയ്യുന്നുണ്ട്, വേഗം കുടിച്ച് വിട്ടോളി. എല്ലാ ദിവസവും റവാത്തി ഒഴിവാക്കുന്ന ആളാണോ ഞാൻ എന്ന് വെറുതെ ഒരു സെൽഫി ഹൃദയത്തിലേക്ക് ക്ലിക്ക് ചെയ്ത് നോക്കുക.
ചില മഹാന്മാർ കുറച്ചുകൂടി സ്ട്രോങ്ങിലാ പറയണത്, എല്ലാ ദിവസവും ഒഴിവാക്കണമെന്നൊന്നുമില്ല എന്നും പറയുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ ഒരു ചർച്ച ഇമാമിങ്ങൾക്കിടയിലുണ്ട് എന്ന് ബോധ്യം വരാനാണ്. അപ്പൊ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഒരാൾ വിജയിക്കുന്നതിന്റെ അടയാളമാണ്. ഉദാഹരണം നോക്കൂ, മഹാനായ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു അൽ ബിദായത്ത് വന്നിഹായിൽ കാണാം, മഹാനവറുകൾ വഫാത്താവാതിരിക്കുന്ന ഘട്ടം ശിഷ്യനെ ഇങ്ങനെ ആക്ഷൻ ആക്കിയിട്ട് വിളിച്ചു. വൊലോടിപ്പിക്കാനാണ് ഉസ്താദ് പറയുന്നതെന്ന് ശിഷ്യന് മനസ്സിലായി. മുങ്കൈ കഴുകി കൊടുത്തു, വായിൽ വെള്ളം കൊപ്പിളിച്ചു തുപ്പി, മുഖം കഴുകി, കൈ കഴുകാനൊരുങ്ങുമ്പോ ആ കടന്നുകൊണ്ടിരിക്കുന്ന ഉസ്താദ് ശിഷ്യന്റെ കൈ പിടിച്ചു. അപ്പൊ ശിഷ്യന് മനസ്സിലായി എന്തോ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്താ ഉസ്താദെ എന്ന അർത്ഥത്തിൽ ചോദിക്കുമ്പോ പറയാണ്, എന്റെ ഈ നീണ്ട താടി മുളച്ച കാലം മുതൽ ഇന്നേ വരെ ഈ വിരലുകൾ താടിയുടെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ചിക്ക കെറ്റുക എന്ന സുന്നത്ത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഇനിയിപ്പോ മരണത്തിന് മുമ്പ് ആ സുന്നത്ത് ഒഴിവാക്കിയിട്ട് പോവുക എന്ന് പറഞ്ഞിട്ട് മഹാൻ തന്നെ മഹാന്റെ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ചിക്ക കെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ മഹാനായ സുന്നിയായ ആലിം അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയി വഫാത്തായി. ഇതാണ് ശരിക്കും നമ്മൾ വേണ്ടത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖൽബില് മഹബ്ബത്ത് ഉണ്ടാവണം, അത് സുന്നത്തല്ലേ എന്ന ബോധ്യം ഉണ്ടാവണം. അതാണ് സുബ്കി ഇമാം മഹാന്മാരെ ഉദ്ധരിച്ച് തബക്കാത്തിൽ പറഞ്ഞത്, ഇജ്അലിൻ നവാഫില കൽ ഫറാഇൽ, ഫർള് പോലെ നീ സുന്നത്തിനെ പരിഗണിക്കണം. എന്താണ് ളുഹറിന്റെ ജമാഅത്തിന് വരാത്തത്? അത് നല്ല തിരക്കുള്ള സമയമാണ്, ഉച്ച സമയം എന്ന് പറഞ്ഞാല്. ഇന്നെന്താ ദിവസം? ശനിയാഴ്ച. ഓക്കെ, നീ ഇന്നലെ ഉച്ചക്ക് പള്ളിയിൽ ഉണ്ടായിരുന്നല്ലോ, അത് ജുമയല്ലേ ഉസ്താദേ? അല്ല തിരക്കില്ലേ? തിരക്കുണ്ട്, പിന്നെന്താ വന്നത്? അല്ല ജുമാക്ക് ജമാഅത്ത് നിർബന്ധമല്ലേ? ളുഹറിനോ? സുന്നത്തിലുള്ളൂ. അതാണ് ഫർദ്, അതാണ് വ്യത്യാസം. സ്വഹാബത്ത് സുന്നത്തിനെ കണ്ടത് യാ അല്ലാഹ് അതൊരു സുന്നത്തല്ലേ എന്നാ, നമ്മൾ സുന്നത്തിനെ കണ്ടത് അത് സുന്നത്തിലുള്ളൂ. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഫാത്തിഹ ഓതിയാൽ സൂറത്ത് ഓതൂല മിക്ക ആൾക്കാരും. റുക്കൂം സുജൂദൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ ആരെങ്കിലും ബേക്കിൽ തോണ്ടിയാലുണ്ടാവും. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിന ഓതിയ ബേക്കിൽ ആളുകളുണ്ട്. മുമ്പിലത്തെ അല്ലാഹു ആർക്കുള്ളതാ? നീയല്ലേ പറഞ്ഞ ലില്ലാഹി റബ്ബിൽ ആലമീൻ? നീയല്ലേ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞത്? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു എഡിറ്റ് വരുത്തണം. 3 വസുഹബത്തുഹു ലി അഹ്ലി സ്വലാഹ്. ഒരാൾ ആഖിറത്തിൽ വിജയിക്കുന്നു എന്നുള്ളതിന്റെ മൂന്നാമത്തെ അടയാളാണ് അയാൾ സ്വാലിഹീങ്ങളോടുള്ള സഹവാസമായിരിക്കും. അയാളുടെ സുഹൃത്തുക്കളൊക്കെ സ്വാലിഹീങ്ങളായിരിക്കും. ഒറ്റെണ്ണം ബിദഅത്തുകാരനുണ്ടാവില്ല, ഒരാളും ഫാസിഖ് ഉണ്ടാവില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിന്റെ സുഹൃത്ത് 2-ൽ ഒരാളാവണം. ഒന്നുകിൽ നിനക്ക് അയാൾ വിവരം തരണം, ഇൽമു തരണം, നല്ല ആലിമാവണം. അല്ലെങ്കിൽ നിന്റെ അടുത്തുള്ള ഇൽമു കേൾക്കാൻ സന്നദ്ധനാവണം. ഇതല്ലാത്തൊരു സുഹൃത്തും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അധിക ആൾക്കാരും ആഖിറത്തിൽ പരാജയപ്പെടുന്നത് സുഹൃത്തുക്കളെ കൊണ്ടാണെന്ന് ബോധ്യമാവും. അതാണ് ഖുർആൻ പറയണത്, യാ ലൈതനി ലമ്മത്തഖദ ഫുലാനൻ ഖലീല. ആ ചങ്ങായിനെ ഫ്രണ്ട് ആക്കിയ കാലം മുതലാണ്, ബെസ്റ്റി ആക്കിയത് മുതലാണ് എന്റെ കാലം അങ്ങോട്ട് തീർന്നു പോയത്. എനിക്ക് എന്തെങ്കിലും ഈ മൊബൈലിന്റെ കുന്ത്രാണ്ടങ്ങൾ അറിയായിരുന്നോ? ഇവനല്ലേ എല്ലാ ആപ്പും പഠിപ്പിച്ചത്. ആ ലിങ്ക് പോയാൽ ഇങ്ങനെ കിട്ടും, ഇന്നത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അങ്ങനെ കിട്ടും, ഇങ്ങനെ ആയാൽ ഉപ്പാക്കുമ്മാക്കൊന്ന് കാണാണ്ട് ലോക്ക് ചെയ്യാൻ പറ്റും. ഇതല്ലേ ഈ ഹൈവാനല്ലേ എനിക്ക് പഠിപ്പിച്ചതിന്. യാ ലൈതനി മല്ലമ്മത്തഖദ ഫുലാനൻ ഖലീല. ഇവനെ കൂട്ടുകാരനാക്കിയത് കൊണ്ടാണല്ലോ ഞാൻ നശിച്ചു പോയതെന്ന് ആഖിറത്തില് പല മനുഷ്യന്മാരും പറയും. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി നല്ല കൂട്ടുകാരുടെ കൂടെ നമ്മൾ. അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാഉൽ നന്നാവാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാം? ആദ്യം ശ്രദ്ധിക്കേണ്ടത് സുയാനത്തുൻ അൻ ഖുറനാഇ സൂ, മക്കളുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരാണ്. ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആവണമെന്ന് വിചാരിച്ചിട്ട് നിസ്കാരത്തിന് പോലും സൗകര്യമില്ലാത്ത ക്യാമ്പസിലേക്ക് പറഞ്ഞു വിട്ടാൽ അന്ന് നമ്മുടെ മക്കൾ കേടുവരും. ഉറപ്പല്ലേ? ഞാനിപ്പോ പ്രസംഗത്തിന്റെ ഇടയിൽ ഉസ്താദ് വെള്ളം കുടിക്കാറുണ്ടോന്ന് സംഘാടകർ ചോദിച്ചതെന്ന് സങ്കല്പിക്കുക. ഞാൻ പറഞ്ഞുണ്ട്. എന്ത് വെള്ളം വേണ്ട ഉസ്താദ്? ചൂടുവെള്ളം. നല്ല ചൂട് വേണോ? അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ, ഭയങ്കര വേണ്ട. ഇടയിൽ ഞാൻ സംഘാടകരോട് ഇന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം തന്നു.
നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ഫീലിംഗ്, ടു കോൾഡ്, ഭയങ്കര തണുപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല വെള്ളം, ചൂടുള്ള വെള്ളം വേണമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവര് ഉസ്താദ് നല്ല ചൂടുണ്ടായിരുന്നു, പിന്നെ അത് കൂളർ ഉണ്ടായിരുന്നല്ലോ, ആ കൂളറിന്റെ അടുത്ത് വെള്ളം വെച്ചുകൊണ്ട് അത് തണുത്തു പോയതാണ്. കണ്ടോ. ഇതേപോലെ SLC വരെ നമ്മളെ സ്ഥാപനത്തിൽ നമ്മളെ മോന് പഠിക്കുമ്പോൾ ചൂടത്തോട്ട് നിസ്കരിക്കണം, അസറും ളുഹുർ അവ്വൽ വക്തിൽ നിസ്കരിക്കണം. ഇപ്പടെ നിങ്ങൾ പോയി ചേർത്തത് ഇന്നാലെന്ന ക്യാമ്പസിൽ, അത് കുറെ തണുപ്പന്മാരുടെ ഒന്നിച്ചാണ്, ഓനും തണുപ്പനായി മാറും. കണ്ടോ. എന്റെ മോനെ അങ്ങനെ വളർത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ മക്കൾ നന്നാവാൻ നല്ല കൂട്ടുകാരോടൊപ്പം ആയിരിക്കണം കൂട്ടുകൂടണം. 4 ഹുസ്നു അഖ്ലാഖിഹി മഅൽ ഇഖ്വാൻ. ഒരാൾ വിജയിക്കുന്നതിന്റെ അടയാളം നല്ല സ്വഭാവം. ഇവിടെയാണ് പലരും പരാജയപ്പെടുക. നല്ല ഇബാദത്തുണ്ടാവും, പ്രത്യേകിച്ച് നല്ലോണം സ്വലാത്തും ദിക്റൊക്കെ ചൊല്ലുന്നു, മനസ്സിലാവുക. അയാളുടെ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് ചിരിച്ചും കളിച്ചും ആനന്ദിച്ചും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇയാള് വീട്ടിലേക്ക് കയറലോടുകൂടി എല്ലാവരുടെയും ചിരി നിന്നു, സ്റ്റോപ്പായി, ബ്ലോക്കായി. അപ്പോൾ മനസ്സിലാക്കാം അയാൾ മോശം സ്വഭാവക്കാരനാണ്. പക്ഷെ ഈ ചങ്ങായി എന്താ പറയലെന്നറിയാം, അത് കണ്ടാൽ ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളേർ പിന്നെ മിണ്ടൂല. ഒരു പാമ്പ് കയറിയാലും അങ്ങനെ തന്നെ എല്ലാവരും മിണ്ടൂലല്ലോ. അതാ ചില അഭിമാനത്തോട് പറയല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറിയാൽ പിള്ളേരൊക്കെ വന്നിട്ട് ഓടി വന്ന് ഷോൾഡറിലും മടിയിലും വന്നിരിക്കും അത്ര. നബി തങ്ങളുടെ മടിയിൽ 6 കുട്ടികൾ മൂത്രമൊഴിച്ചിട്ടുണ്ട്. 6 കുട്ടികളും സ്വന്തം കുട്ടികളും അല്ല, അന്ന് പറഞ്ഞാൽ നേരെ മക്കളല്ല. കണ്ടോ. സുബ്ഹാനല്ലാഹ്. നമ്മൾ വീട്ടിൽ നല്ല സ്വഭാവമാണ്. നമ്മളെ കുറിച്ച് ഏറ്റവും നല്ല അഭിപ്രായം ഉണ്ടാകേണ്ടത് ഭാര്യക്കാണ്. നമ്മളെ വൈഫ് നമ്മളോട് പറയാ, ഉസ്താദും തങ്ങന്മാരൊന്നും ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു നല്ല ആളെ കൊണ്ട് നിങ്ങൾ ഈ കുപ്പി വെള്ളം മന്ദിരിപ്പിച്ചു തരോ. അതിന്റെ അർത്ഥം മനസ്സിലായ? നിങ്ങളൊന്നിനും മനസ്സിലായില്ലേ? സാധനം മനസ്സിലായില്ലേ? ഉസ്താദും തങ്ങന്മാരൊന്നും ആവണമെന്നില്ല, ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല നാവിന്റെ ഉടമനെ കൊണ്ട് ഒന്നൊരു ഊതിപ്പിക്കും. അർത്ഥം മനസ്സിലായില്ലേ? നിങ്ങളെ നമ്മൾ കാണുന്നില്ലേ? നമ്മൾ റാങ്ക് നമ്പർ വാങ്ങേണ്ടത്, വാങ്ങേണ്ടത് ഫ്രം ദി ഹോം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. വീട്ടിൽ നിന്നാ തുടങ്ങേണ്ടത്. കരുണ, സാന്ത്വനം എല്ലാം തുടങ്ങേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുക. വബദലു മഅറൂഫിഹി ലിൽ ഖൽഖ്. 5ാമത്തെ അടയാളം, എല്ലാവർക്കും സേവന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മുഖമുദ്രയാവും. എല്ലാവർക്കും ഉത്തരവാദിത്തം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമാണ് നമ്മുടെ പ്രമേയം തന്നെ. എല്ലാവർക്കും സേവനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. റിഫായി ശേഖിന്റെ മാസാണ്. എല്ലാവരെയും ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ട മഹാനാണ്. ലാസ്റ്റ് വൺ, വമുറാഅതുഹു ലി ഔഖാതിഹി. സമയം കറക്റ്റ് പരിഗണിക്കണം. ഒരൊറ്റ സമയം വെറുതെ കളയരുത്. സമയം കളയുന്ന ഒരു സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ പോയി. സമയം എത്രയായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്താൽ പിന്നെ സമയം പോയത് അറിയാത്ത കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അതാ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അദ്ദുന്യാ സാഅ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ സമയങ്ങളാണ്. ഫജഅൽഹാ ത്വാഅ. നീ ആ സമയത്തെ മുഴുവൻ ഇബാദത്താക്കി മാറ്റണം. ഇപ്പൊ ഇവിടുന്ന് ഒരാളുടെ 500 കെട്ടുള്ള ഒരു ചെറിയ കവർ മിസ്സായി. അപ്പൊ 5000 രൂപ മിസ്സായി. മൂപ്പര് കുറെ നേരം പരുതി. പുസ്തകന്മാര് കുറെ ആളുണ്ട്, അവരെല്ലാം പറഞ്ഞു നമ്മള് കണ്ണിലും കടിച്ചു നോക്കാം, നിങ്ങളെ നമ്പർ ഒന്ന് തിരിയുന്നു. മൂപ്പര് ആ വാക്ക് കേട്ടാ പോവില്ല. പിന്നെയും പരുതി, കുറെ നേരം പരുതി. ആരെല്ലാം പോയിട്ടുണ്ട് അവിടെ എല്ലാം പരുതി, ഇങ്ങനെ പരുതി, എല്ലായിടത്തും പോയി നോക്കും. പിന്നെ ആരോ കുറച്ച് വലിയ ഒരാള് പറഞ്ഞു, ഖാനമാ ഖാന ഫാത്തമാ ഫാത്ത്. പോയത് പോയി മോനെ, അള്ളാഹുവിന്റെ ഖളാ, വിട്ടേ. ഉസ്താദ് അങ്ങനെ പറയുമെങ്കിൽ ഞാൻ വിട്ടു, എന്റെ മനസ്സിലൊന്നുമില്ല, തീർന്നു, ഉറപ്പല്ലേ, തീർന്നു. പിറ്റേന്ന് നമ്മുടെ ഖുർആൻ ക്ലാസിന്റെയോ മഹലിന്റെയോ ഗ്രൂപ്പിൽ ഒരു ഫോർവേഡ് മെസ്സേജ് വന്നു. എന്ത്? ഒരു സംഖ്യ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, മോശമല്ലാത്താന്ന് ബ്രാക്കറ്റിലും ഉണ്ട്, കോണ്ടാക്ട് ചെയ്യാം. ഇയാൾ വിളിക്കോ ഇല്ലയോ? വിളിക്കൂ. അപ്പൊ ഇന്നലെ അല്ലേ പറഞ്ഞു ഖാനമാ ഖാന ഫാത്തമാ ഫാത്തോ, എന്റെ മനസ്സൊന്ന് വിട്ടു, അത് വിടാൻ കഴിയില്ല. ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഒരു സമയം നഷ്ടപ്പെട്ടതിൽ നിനക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടാവില്ലല്ലോ? ഉണ്ടോ? ഒരു അരമണിക്കൂർ അധികം ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഫോൺ വെറുതെ ഉപയോഗിച്ച് കാലം പോയി, അതിലേക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല. സമയം കടം കൊടുക്കാൻ കഴിയോ? ഇല്ല. കടം വാങ്ങാൻ കഴിയോ? ഇല്ല. സ്റ്റോക്ക് എടുത്തു വെക്കാൻ കഴിയോ? ഇല്ല. പൈസ കടം കൊടുക്കാനും കടം വാങ്ങാനും കഴിയും, അതിൽ നിനക്ക് ഭയങ്കര ടെൻഷൻ. സമയം പോയതിൽ നിനക്ക് ടെൻഷൻ ഇല്ല എങ്കിൽ കുറച്ചുകൂടി ചിന്ത, ഒരു ഇന്റലക്ച്വലായ ചിന്തയിലേക്ക് നമ്മൾ എത്താനുണ്ട്. ഒരൊറ്റ സെക്കൻഡ് നമ്മൾ വെറുതെ കളയാൻ പാടില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് സംസാരം നിർത്താം.
സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മരം കിട്ടും. എന്ത് ചൊല്ലിയാല്? അല്ലാഹ് എന്ന് ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മരം കിട്ടും. സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലാൻ 2 സെക്കൻഡേ ഉള്ളൂ. ഒരാളെ സ്റ്റാറ്റസ് ഇപ്പൊ നോക്കാൻ വാട്സപ്പിൽ ദീർഘായുസ് കിട്ടിപ്പോ 30 സെക്കൻഡിൽ നിന്ന് മാറിയിട്ട് 1 മിനിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് സ്റ്റാറ്റസ്. അതാവുമ്പോഴേക്കും 30 മരം വാങ്ങാൻ പറ്റും സ്വർഗത്തിൽ. സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നരകത്തിൽ കടത്തിയിട്ട് മാങ്ങ കൊടുത്തേക്കല്ല പട്ടത്തിന്റെ. സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ ഈമാനോടെ മരിക്കും സ്വർഗത്തിലെത്തും അതിന്റെ അർത്ഥം. അതിനാകപ്പാടെ വേണ്ടത് ഒരു 2 സെക്കൻഡ്. സുബ്ഹാനല്ലാഹ്. 10 ഖുൽഹുവല്ലാഹു സൂറത്ത് ഓതിയ സ്വർഗത്തിൽ വീട് കിട്ടും. 10 ഖുൽഹുവല്ലാഹു ഓതാൻ എത്ര സമയം വേണ്ടത്? 2 മിനിറ്റ്. ഒരു ദിവസം എത്ര സമയമുണ്ട്? 86,400 സെക്കൻഡ് ഉണ്ട്. അതിന്റെ മലയാളം 24 മണിക്കൂർ. 10 ഖുൽഹുവല്ലാഹു. ഈ സമയമൊക്കെ കളഞ്ഞാൽ ആഖിറത്തിൽ ടെൻഷനാവും. ആഖിറത്തിലല്ല, മരിക്കുന്ന സമയത്ത് തന്നെ ടെൻഷനാവുന്നു. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും കേൾക്കലുണ്ട്, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം തരുമോ? ഒരൊറ്റ സമയം കളയാതെ ജീവിക്കണം. ഒരു മഹാന് ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കെട്ടിടത്തിന്റെ പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ മഹാൻ ചോദിച്ചു, ഈ കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിട്ട് എത്ര കാലായി? ഇത്ര കൊല്ലമായി. വീട്ടിലെത്തിയിട്ട് മഹാൻ ചിന്തിക്കണം. എന്താ ചിന്തിക്കുന്നറിയാം? ഞാനിപ്പോ ആ വിഷയത്തിൽ എന്തിനാ ഇടപെട്ടത്? കാര്യമില്ലല്ലോ അല്ലെ. കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിട്ട് എത്ര കൊല്ലായാലും എന്താ ആയിട്ടെങ്കിലും എന്ത്? എനിക്കെന്താ ഇപ്പൊ ആഖിറത്തിൽ ഉപകാരം? എന്തിപ്പോ ഉപകാരം? എന്റെ സ്വന്തം ശരീരത്തോട് പറയാം, ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടുന്നു, ഒരു പണിഷ്മെന്റ് ഞാൻ എനിക്ക് തരാന്ന് പറഞ്ഞിട്ട് സ്വന്തം ശരീരത്തോട് പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യത്തിനാണല്ലോ ഇടപെട്ടത്. അവിടെ എത്ര കൊല്ലം ആയാലെന്ത് ആയിട്ടെങ്കിലും എന്ത്? നിനക്കെന്താ അതിനെ കൊണ്ട് കാര്യം? അതുകൊണ്ട് ഒരു പണിഷ്മെന്റ് എന്താ കൊടുത്തതെന്നറിയാം? 1 കൊല്ലം സുന്നത്തോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ശിക്ഷ കൊടുത്തു. 1 കൊല്ലം സുന്നത്തോമ്പ് എടുപ്പിച്ചു. നമ്മളോ ഇറങ്ങിയ പാട് തുടങ്ങും. ഇവിടെ ഒരു തട്ടുകട തുടങ്ങുന്നുണ്ടല്ലേ, തുടങ്ങിയാൽ മുതലാവും. അപ്പൊ മറ്റേ ആള് മുതലാവാണ്ട് തുടങ്ങും. ഈ ബൈക്കെല്ലാം കൊണ്ടുപോയിട്ട് 11 തട്ടുകട ഉണ്ട്. എല്ലാം എന്താ നമുക്ക് പണി? നമുക്ക് വേറെ പണി. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള 3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഖീല വഖാൽ. ഖീല വഖാൽ എന്ന് പറഞ്ഞാല് കണ്ടതും കേട്ടതും പറയുക. കുറച്ച് ആൾക്കാർക്കുണ്ട് അങ്ങനെ. ഫാമിലി ഗ്രൂപ്പിലെല്ലാം കിട്ടിയ വീഡിയോ മുഴുവൻ ഷെയർ ചെയ്യും. അത് 86 MB ഉണ്ടാവും ചെയ്യും, ഒരു ഉപകാരം ഉണ്ടാവും ചെയ്യില്ല. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളത് ഫാമിലി ഗ്രൂപ്പിൽ അധികം ആൾക്കാരും പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ വീഡിയോ തട്ടുന്നതാണ്. ഏതെങ്കിലും ഒരു +2 കാരൻ അതിന്റെ താഴെ വെരി 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 ഓൾഡ്, ഇത് വളരെ പഴയതാണ്, 36 കൊല്ലം മുമ്പ് മെക്സിക്കോയിൽ നടന്നതാണ്, ഇന്നലെ നടന്നൊന്നല്ല ഉപ്പാപ്പ എന്ന് പറയലോടുകൂടി നമ്മളെ എല്ലാ ആഫീസും പോയി. തീർന്നില്ല, എല്ലാം പോയില്ലേ? നമ്മളെല്ലാ വിലയും പോയി. ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയൽ അള്ളാഹുവിന് വളരെ വെറുപ്പാണ്. 2 കസറത്തു സുആൽ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. ഉസ്താദ് ഇടാ ഇവിടെ വരെ വന്നതാ, ഇവിടെ വരെ എന്ന് വെച്ചാൽ കുറച്ചപ്പുറം വരെ, കുറച്ചപ്പുറം വരെ എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെക്കൊണ്ട് കാര്യം അല്ല. എന്നാലും ഉസ്താദ് വെറുതെ വരൂല ഇവിടെ. എത്ര മക്കളായി? കല്യാണം കഴിച്ചിട്ട് എത്രയായി? അത്രയായിട്ടുള്ള മക്കള്? എന്താ പ്രശ്നം ഉണ്ടാവും? എല്ലാം നമുക്ക് എന്താ ഇതിനെ കൊണ്ട് കാര്യം? നമ്മൾ മോമിനീങ്ങളല്ലേ. ആവശ്യമില്ലാത്ത ചോദ്യം. വക്കസറത്തു സുആൽ. 3ാമത്തത് ഇളാഅത്തുൽ മാൽ, സമ്പത്ത് നശിപ്പിക്കുക. എൻഗേജ്മെന്റിന്റെ പേരിലൊക്കെ നടക്കണ്ടല്ലോ, എത്ര കിലോ ചോക്ലേറ്റ്. ആ സമ്പത്ത് നശിപ്പിച്ചതിന്റെ മാത്രമല്ല കുറ്റം കിട്ടുക, ആ മഹല്ല് ഗ്രൂപ്പിൽ റീലായിട്ട് ആ വീഡിയോ ഓടുമ്പോ ഒരുപാട് പാവങ്ങളെ മനസ്സ് സമ്മർദ്ദത്തിലാവും. നമ്മളും കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരൂലേ എന്ന് അവരും വേദനിച്ചാൽ ആ വേദനിപ്പിച്ചതിന്റെ കുറ്റം കൂടി നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മളെ ജീവിതം വിജയിച്ചവരുടെ അടയാളങ്ങളിലൂടെ കടന്നു പോകണം. അല്ലാഹു